ഒന്നുകൂടെ ഒന്ന് കൊച്ചിയിലേക്ക് പോകാം. അവിടെ നിന്ന് ആര്യ വിവരങ്ങൾ നൽകാനായി ചെയ്യുന്നുണ്ട്. ആര്യ, എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ? ഒരുപാട് ആളുകൾ എത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തിരക്കൊക്കെ ആയോ? ദിവ്യ, കഴിഞ്ഞ തവണത്തെ അത്ര തിരക്കില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. കാരണം രണ്ട് സ്ഥലത്തായിട്ട് പരേഡ് ഗ്രൗണ്ടിലും അതുപോലെ തന്നെ വെളി ഗ്രൗണ്ടിലും ഇത്തവണ പാപ്പാഞ്ഞി കത്തിക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പരേഡ് ഗ്രൗണ്ടിലാണ്. ഇവിടെ എല്ലാവരും എത്തുന്നുണ്ട്, പക്ഷെങ്കിൽ പഴയ അത്ര തിരക്കില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പരേഡ് ഗ്രൗണ്ടിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അല്പസമയത്തിനൊക്കെ തന്നെ DJ പരിപാടികളൊക്കെ തന്നെ ആരംഭിക്കും. അതോടുകൂടി ഈ ഒരു വൈബ് ഒന്ന് വീണ്ടും ഒന്നുകൂടെ കളറാവും എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു സ്പൈഡർമാനും ബാറ്റ്മാനും ഒരു കുഞ്ഞു പാപ്പയൊക്കെ നിൽക്കുന്നുണ്ട്. പേരെന്താ കുഞ്ഞു പാപ്പയുടെ പേരെന്താ? ഹായ്. നിങ്ങൾ ഫോട്ടോ ചെയ്യാനാണ്. എന്താണ് ഈ ഒരു വേഷം കിട്ടുന്നത്? ഇല്ല, ഇത് നമ്മളുടെ പറഞ്ഞാൽ എല്ലാ കാരണം ഇപ്പൊ പിള്ളേര് കാണുമ്പോ തന്നെ നമ്മളൊരു അട്രാക്ഷൻ, അത് പിള്ളേരൊന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ള കാരണമാണ്. പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കട്ടെ, ഇനി വരുന്ന നാളുകൾ എല്ലാവർക്കും ഒരു സന്തോഷം നൽകട്ടെ എന്നുള്ള രീതിയിലാണ് വന്നത്. ബാറ്റ്സ്മാന്റെ പേരെന്താ? എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? 5-ലോ? 2020 എങ്ങനെയുണ്ടായിരുന്നു? പാപ്പാഞ്ഞിയെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ പാപ്പാഞ്ഞിയെ? ഇഷ്ടപ്പെട്ടു. ഒരു പാട്ട് പാടുന്നോ? ഒരു പാട്ട് പാടിയേ നോക്കട്ടെ. പെട്ടെന്ന് എന്നാ ഒരു ഹാപ്പി ന്യൂ ഇയർ കൊടുത്ത എല്ലാവർക്കും. അപ്പോ മിഡോണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ബാറ്റ്സ്മാന്റെ വക ഹാപ്പി ന്യൂ ഇയർ കിട്ടിട്ടുണ്ട്, ഫാമിലിയുടെ വക ഹാപ്പി ന്യൂ ഇയർ കിട്ടിട്ടുണ്ട്. വരുന്നേ അപ്പൊ ആഘോഷങ്ങൾ എല്ലാ തവണയും ആഘോഷങ്ങൾ ഫാമിലി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എവിടുന്നാ വരുന്നേ? തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടത്തേക്ക് എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ആഘോഷം? ഫോട്ടോ വെച്ച് ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണ്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ കൊച്ചിയിലേക്ക് ആഘോഷങ്ങളും ആഘോഷിക്കാൻ വേണ്ടി, പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പൊ കുറച്ച് സമയം കൂടി തന്നെ തുടങ്ങുമ്പോ ഈ ഒരു DJ പരിപാടികൾ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ തന്നെ മണിക്കൂറുകൾ മാത്രമാണ് ഈ പാപ്പാഞ്ഞി കത്തിയമരാൻ വേണ്ടി ബാക്കിയുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ കൊച്ചിയിലെ ആഘോഷങ്ങൾ കടന്നു പോകുന്നത്. നിരവധി സ്ഥലങ്ങളിൽ നിന്നും വിവിധ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട്, വിദേശത്തു നിന്നും ഒക്കെ ആയിട്ട് കൊച്ചിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. കുറച്ച് കഴിയുമ്പോൾ DJ തുടങ്ങും. അതോടുകൂടി തന്നെ വീണ്ടും ഈ കൊച്ചിയുടെ കളർ അങ്ങ് മാറും. ആര്യയുടെ ഫസ്റ്റ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണോ ഫോർട്ട് കൊച്ചിയിൽ? മുൻപ് വന്നിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ തന്നെ ആദ്യമായിട്ടാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ന്യൂ ഇയർ ആഘോഷം കൂടെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ആളും ആഘോഷവും ആരും ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. ഇത്തവണ ഫോർട്ട് കൊച്ചിയിൽ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഇത്രയും ആൾക്കാരല്ല, ഇതിലും ആൾക്കാർ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ മൈസൂരിൽ നിന്നാണ്. ഞാൻ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ സ്പാനിഷ് പഠിപ്പിച്ചിരുന്ന പ്രൊഫസറാണ്. ആഘോഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ? ഓ, അതുകൊണ്ടല്ലേ ഇവിടെ വന്നത്. ആഘോഷത്തിനായിട്ട് വന്നതാണ്, അതിനുവേണ്ടി വന്നതാണ്. അപ്പൊ ആഘോഷങ്ങൾക്കായി മൈസൂരിൽ നിന്നും ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദിവ്യ ചോദിച്ചതുപോലെ തന്നെ ഇവിടെ ഇത്തവണ ആളുകൾ കുറഞ്ഞതിനുള്ള ഒരു കാരണം പറയുന്നത് രണ്ട് സ്ഥലത്തായിട്ട് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പരേഡ് ഗ്രൗണ്ടിലും അതുപോലെ തന്നെ വെളി ഗ്രൗണ്ടിലും ഇത്തവണ രണ്ട് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് വെളി ഗ്രൗണ്ടിലും ഒരെണ്ണം പരേഡ് ഗ്രൗണ്ടിലുമാണ്. അപ്പോൾ രണ്ടിടത്തു കൂടി കത്തിക്കുന്നതുകൊണ്ട് വലിയ ആളുകളുടെ ഒരു തിരക്ക് എപ്പോഴില്ല. പക്ഷേ അല്പം കൂടി കഴിയുമ്പോഴേക്ക് ഏതാണ്ട് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും വലിയ തിരക്കുണ്ടാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് ഫോർട്ട് കൊച്ചിയാണ്, അത് തന്നെയാണ്.